വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇനി പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. കോഴിക്കോട് പോലീസിനെ പേടിച്ച് MDMA കവറോടെ വിഴുങ്ങിയ യുവാവ് മരിച്ചു. അമ്പായത്തോട് സ്വദേശി ഷാനിദ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഷാനിദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അതിനിടെയാണ് MDMA യുവാവ് കവറോട് വിഴുങ്ങിയത്. ഇപ്പോൾ യുവാവ് മരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ഈ MDMA കവറോടെ വിഴുങ്ങിയതിന് ശേഷം ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ യുവാവിനുണ്ടായിരുന്നു? എവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്? ഇന്നലെ രാവിലെയാണ് ഈ അമ്പായത്താർ സ്വദേശിയായിട്ടുള്ള ഷാനിനെ കാസർഗോഡ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. MDMA കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ ഇയാളുടെ കൈ MDMA ഉണ്ടായിരുന്നത് പോലീസിനെ ഭയന്നുകൊണ്ട് വിഴുങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്. വിഴുങ്ങിയതിന് ശേഷം ഇയാൾ ഓടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. തുടർന്ന് ശരി ഫൈസൽ, വേഗത്തിലൊന്ന് മാറ്റി കണക്ട് ചെയ്യാം. ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ ഷാനിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുക്കുന്ന സമയത്താണ് കയ്യിലുണ്ടായിരുന്ന ഈ MDMAയുടെ കവർ ഷാനിദ് വിഴുങ്ങുന്നത്. തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇന്ന് അല്പസമയം മുമ്പ് ഈ ഷാനിദിന്റെ മരണം സംഭവിച്ചു എന്നുള്ള നടുക്കം ഞെട്ടലും ബാക്കിയാക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. MDMAയുമായി നിരവധി യുവാക്കളെയും നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം പോലീസ് പിടികൂടുന്നുണ്ട്. ഇവരിൽ നിന്നൊക്കെ വലിയ അളവിൽ MDMAയും പിടികൂടിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ തൻ്റെ കയ്യിലുള്ള MDMA കവറോടെ വിഴുങ്ങിയ ഒരു സംഭവം, ആ MDMA കവറോടെ വിഴുങ്ങിയതിന് പിന്നാലെ മരിക്കുന്ന ഒരു സംഭവം ഒരു പക്ഷേ കേട്ടുകേൾവിയില്ലാത്തതാണ് സമീപത്തെങ്ങും. അങ്ങനെ ഒരു നടുക്കുന്ന വിവരം പ്രേക്ഷകരെ അറിയിക്കേണ്ടി വരുന്നു. എന്തായാലും ഇനിയിപ്പോൾ എവിടെ വെച്ചാണ് മരണമുണ്ടായത്, എന്തൊക്കെയാണ് ഈ കവർ വിഴുങ്ങിയതിന് ശേഷം ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുണ്ടായി, മതിയായ ചികിത്സ നൽകിയിരുന്നോ എന്നതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതിനൊക്കെ പോലീസ് ആണ് ഉത്തരം നൽകേണ്ടത്. ഫൈസൽ നെടുമ്പാല, ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം തന്നെ കിട്ടുമെന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ഈ ഷാനിദ് ചികിത്സയിലുണ്ടായിരുന്നത്. പരിശോധനയിലാണ് വെള്ളത്തരിയുള്ള കവർ വയറ്റിൽ കിടക്കുന്നത് കണ്ടത്. ഫൈസലുണ്ട്. ഫൈസൽ, തുടരൂ. ഫൈസൽ, എന്താണ് ഈ MDMA ഉള്ള കവറാണ് വയറ്റിൽ കിടക്കുന്നത്, എങ്ങനെയായിരുന്നു കണ്ടെത്തിയത്? ഇത് കണ്ടെത്തിയതിന് ശേഷം ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഷാനിദിനുണ്ടായിരുന്നു? മരണം എങ്ങനെയായിരുന്നു? MDMAയുടെ ഒരു പ്രധാന വയറ്റിൽ അമിത അളവിൽ വയറ്റിൽ കുടുങ്ങി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ വിഴുങ്ങിയ ആൾക്ക് ഉണ്ടാകും. കേസുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ ഈ പ്രതി MDMAയുമായിട്ടുള്ള ഈ 2 MDMA കവറ് ആണ് വിഴുങ്ങിയത്. അപ്പോൾ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. പക്ഷെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും MDMA ആയതുകൊണ്ട് തന്നെ ഇത് കവർ ഏതെങ്കിലും തരത്തിൽ ഇത് MDMA വയറിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഗുരുതരാവസ്ഥയിൽ പോവുകയും പിന്നീട് മരണം സംഭവിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെ പോകുമെന്നുള്ള ഭയം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുവാവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു. അതിന്റെ എല്ലാ ഘട്ടങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ തന്നെ പൂർത്തിയാക്കി നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് രാവിലെയോടുകൂടി തന്നെ ഈ ശസ്ത്രക്രിയ ആരംഭിക്കാൻ ഇരിക്കുകയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കവറ് പൊട്ടി ഈ ഒരു MDMAയുടെ ദ്രാവകം പൊടി വയറ്റിലേക്ക് കടന്നതാണ് മരണത്തിന് കാരണം. ഒരു ഹൈ പ്രഷർ ബോഡിയിൽ, അമിതമായിട്ടുള്ള പ്രഷർ ഈ ബോഡിയിൽ. ശരി ഫൈസൽ, ഇപ്പോൾ മുഹമ്മദ് അസ്ലം കൂടി നമ്മോടൊപ്പം ഉണ്ട്. അസ്ലം, വലിയ ദാരുണമായ ഒരു സംഭവം. ഇത് ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ടോ അസ്ലം? ഇന്നലെ തന്നെ ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ രക്ഷപ്പെടുന്നതിനായിട്ടാണ് MDMA പാക്കറ്റ് വിഴുങ്ങിയത്. MDMA ആണ് എന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഇത് പുറത്തെടുക്കേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടുന്ന് ഇന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാമെന്നായിരുന്നു ധാരണ. അതേസമയം അതിന് മുമ്പ് തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്. ഇന്നലെ തന്നെ പോലീസിന് ഈ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ MDMAയുടെ കവർ പൊട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് രക്തത്തിൽ നേരിട്ടത് കലരുകയും അത് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ജീവന് തന്നെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ശസ്ത്രക്രിയയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. അതേസമയം അതിന് ഷാനിദ് കാത്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇപ്പോൾ മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും MDMA അടങ്ങിയ ഈ പൊതി അകത്ത് ചെല്ലുകയും ആ പൊതി
പൊട്ടി MDMA ആശ്രിതാർത്ഥം പൂർണ്ണമായും രക്തത്തിലേക്ക് കലർന്നതായിരിക്കണം മരണത്തിന് കാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടിയിലേക്ക് പോയതിനു ശേഷം മാത്രമേ അതിനൊരു കൃത്യമായ ഒരു സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ വരൂ. അതേസമയം ഇന്നലെ മുതലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. പോലീസിനെ കണ്ട് ഈ അമ്പായത്തോട് സ്വദേശിയാണ് ഈ ഷാനിദ് എന്നുള്ള വ്യക്തി. ഇയാള് പോലീസ് നമുക്കറിയാം മയക്കുമരുന്ന് വേട്ട മൊത്തത്തിൽ ഡാൻസ് പോലീസും വ്യത്യസ്ത സ്ഥലങ്ങളിലായി നടത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ കയ്യിലുള്ള പൊതി ഇയാളെ അമ്പായത്തോട് വെച്ച് പിടികൂടാൻ ശ്രമിച്ചപ്പോഴാണ് കയ്യിലുള്ള പൊതി വിഴുങ്ങിയിട്ട് ഓടാൻ ശ്രമിച്ചത്. തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തു. വയറ്റിലെത്തിച്ചത് പിന്നെ MDMA ആണെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്നാണ് സർജറി നടത്തി ഈ കവറുകൾ 2 കവറുകൾ ആണ് പോയിരുന്നത്. അതായത് MDMA അടങ്ങിയ 2 കവറുകളാണ് ഇയാളുടെ പിന്നെ വയറ്റിലേക്ക് എത്തിയത്. സ്വാഭാവികമായിട്ടും പിന്നെ അത് പെട്ടെന്ന് തന്നെ പുറത്തെടുക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിച്ചതെന്ന് സർജറി ഫിക്സ് ചെയ്യുകയും ചെയ്തത്. നമ്മൾ മനസ്സിലാക്കുന്നത് സർജറിക്ക് മുമ്പ് തന്നെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇയാൾ പോയി എന്നുള്ളത്. അല്പസമയം മുമ്പാണ് അതീവ ഗുരുതരമായ അവസ്ഥയിലാണെന്ന വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. MDMA ഉള്ളിലെത്തി തന്നെയാണ്. അല്ലെങ്കിൽ MDMA നമുക്ക് 2 പാക്കറ്റിലെ സൂക്ഷിച്ച MDMA അത് വലിയ അളവിൽ തന്നെ നേരിട്ട് രക്തത്തിലേക്ക് കലർന്നതിനെ തുടർന്നുണ്ടായ ഒരു അപകടം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നു. ഒരു മയക്കുമരുന്ന് വേട്ട. ഒരു പക്ഷേ അയാൾക്കത് മയക്കുമരുന്ന് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരുന്നെങ്കിൽ ഒരു ശിക്ഷയിലേക്ക് മാത്രം ജയിൽ ശിക്ഷയിലേക്ക് മാത്രം എത്താൻ കഴിയുന്ന ഒരു കാര്യം അയാളുടെ ജീവിതത്തിനെ അപഹരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് മയക്കുമരുന്ന് വേട്ടയുടെ അല്ലെങ്കിൽ ലഹരി വേട്ട വലിയ തോതിൽ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം നടപടികളിലേക്ക് പോകുന്നത്. അതേസമയം ഇപ്പോഴുണ്ടായിരിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതവും അതോടൊപ്പം തന്നെ ഒരു അസാധാരണമായ സംഭവമായി പോയി. ഇത് MDMA ആണെന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ശസ്ത്രക്രിയക്കുള്ള ക്രമീകരണങ്ങൾ ആശുപത്രി തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് പറയാൻ കഴിയില്ല. അതേസമയം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു ആശങ്ക സ്വാഭാവികമായിട്ട് ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്ലാസ്റ്റിക് കവർ പൊട്ടുന്നതോടുകൂടി MDMA നേരിട്ട് രക്തത്തിലേക്ക് ആന്തരിക അവയവങ്ങളിലേക്ക് പടരുന്ന ഒരു സാഹചര്യം അത് വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് വരുമെന്നത് തന്നെയാണ് സർജറിയിലേക്ക് തന്നെ പുറത്തിറക്കേണ്ടി വരുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞത്. കാരണം MDMA തെളിവുന്നതിനപ്പുറത്തേക്ക് ഇയാളുടെ ജീവൻ എന്നുള്ളതുകൂടി ഇന്നലെ തന്നെ ഒരു ആശങ്ക ഉയർത്തിയിരുന്നു. എന്തായാലും ആ ആശങ്ക ഇപ്പോൾ പിന്നെ കൃത്യമായിരിക്കുന്നു. ഷാനിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ഈ മയക്കുമരുന്ന് വേട്ടയ്ക്കിടെ മയക്കുമരുന്ന് MDMA പോലീസിനെ കണ്ട് പേടിച്ച് MDMA പൊതി വയറ്റിലേക്ക് ഇട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാനിദാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്